म्यूजिक धमाका। Only on Radio Media Village. ഓൾഡ് മലയാളം സോങ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നില്ലേ? അതാണ്. അപ്പൊ അത് കളയണ്ട, വീണ്ടും നമ്മൾ അടുത്ത ആളെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. കാർത്തിക ശശികുമാർ. കാർത്തിക, നമസ്കാരം. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഓൾഡ് മലയാളം റൗണ്ടാണ്. ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? ഞാൻ കൈതപ്രം സാറിന്റെ തന്നെ രവീന്ദ്രമാഷിയാണ് കൊടുത്ത് കടലറിയില്ല കരയറിയില്ല കണ്ണൂർ എന്ന് പറഞ്ഞ സിനിമയിൽ. വാവ്, ഗ്രേറ്റ്. ഇപ്പൊ പാട്ടിലേക്ക് പോകാം. നമുക്ക് നേരെ വേറെ ഒന്നും പറയുന്നില്ല, നേരെ പാട്ടിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താം കേട്ടോ. കടലറിയില്ല കരയറിയില്ല കരളിൽ നിറയും പ്രണയോന്മാദം അഴകേ നീ സ്വന്തം കടലറിയാതെ കരയറിയാതെ പകരാം ഞാനെൻ ജീവിതമധുരം നിഴലാ കൂടെ പോരാം ഞാൻ. കനവുകൾ നുരയുമേ തിരകളിൽ നീ വരൂ. കടലറിയില്ല കരയറിയില്ല കരളിൽ നിറയും പ്രണയോന്മാദം അഴകേ സ്വന്തം.
കടലറിയില്ല കരയറിയില്ല കാർത്തിക ശശികുമാർ. എന്തോ ഇപ്പൊ പേടിയൊക്കെ പോയോ? പേടിയില്ലായിരുന്നു അല്ലേ? ഓൾറെഡി നമുക്ക് പേടിയില്ലല്ലോ. പേടി കുഴപ്പമില്ല. പേടി എന്ന് പറയുന്ന സാധനം നമുക്കില്ല. പക്ഷേ വളരെ വൃത്തിയായിട്ട് പാടിയെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചു കേട്ടോ പാട്ട്. ഇനിയിപ്പോ അത് അവരെ ആസ്വദിച്ചിട്ടുണ്ടോ ചോദിക്കണ്ടേ? അപ്പൊ നമുക്ക് നേരെ ജിജിൻ സാറിലേക്ക് പോവാം. ഓക്കെ സർ. എന്തോ കാർത്തിക വളരെ ആസ്വദിച്ചാണ് പാടിയത് അല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുമാതിരി ഭംഗിയായിട്ട് പാടാൻ പറ്റിയെന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ വിശ്വസിക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ആ പാട്ടിലോട് ചേർന്ന് പാട്ടിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും എഴുതാനുള്ള അവസരം തന്നില്ല, നന്നായിട്ട് തന്നെ പാടി എന്നുള്ളത് അല്ലേ? നമുക്കത് ആ പാട്ടിനകത്ത് ലയിക്കാൻ പറ്റി കേട്ടോ. ആ പാട്ടിൻ്റെ ലയം ഭാവം ഉൾക്കൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. താങ്ക് യു. ഓക്കെ, നേരെ ആന്റണി സാറിലേക്ക്. അതെ കാർത്തിക, എന്തോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിന്നെ രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഇന്നിവിടെ കൂടുതലും വന്ന പാട്ടുകൾ പിന്നെ ലിറിക്സിൻ്റെ കണക്കെടുത്താൽ കൈതപ്പുറം സാറിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടേഴ്സ് ഓൾമോസ്റ്റ് മിക്കവരും വന്നു. അപ്പം നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്ററായ അനൂപ് സാറ് പോലും ഇത് രാഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം അതിൽ സന്തോഷം തോന്നുന്നു. പിന്നെ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. ഈ ആ രാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ലയവും നല്ല സ്വീറ്റാണ് പാടുന്ന സംഗതിയൊക്കെ പാടാനും നല്ല രസമാണ്. പ്രത്യേകിച്ച് ക്ലാസിക്കലൊക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ അത് ആലാപൊക്കെ പാടാൻ നല്ല സുഖമാണ്. നല്ലൊരു വേറൊരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ രവീന്ദ്ര മാഷ് എനിക്ക് തോന്നുന്നു ഒത്തിരി പാട്ടുകൾ അതിൻ്റെ അകത്ത് അതെനിക്ക് സാറിൻ്റെ മാഷിൻ്റെ വലിയ ഇഷ്ടമുള്ള ഒരു രാഗമാണ് തോന്നുന്നു അല്ലേ? ഇല്ല സാറേ, അതുകൊണ്ട് ഇനിവേ ഈ പാട്ടും വളരെ മനോഹരമായിട്ട് മോള് പാടി കേട്ടോ. ചെറിയ സ്ലിപ്പൊക്കെ ഉണ്ട്, അത് സാരമില്ല. ഓൺ ദി സ്റ്റേജ് നമ്മൾ പറഞ്ഞ പോലെ സാറ് നേരത്തെ ജോബി സാർ ചോദിച്ചില്ലേ, റെക്കോർഡിംഗ് ആകുമ്പോൾ വീണ്ടും പിന്നെ ചാൻസ് കിട്ടും. ഓൺ ദ സ്റ്റേജിൽ ഗാനമേളയാകുമ്പം അന്നേരം അവൻ കറക്റ്റായിട്ട് പാടണം. ഇല്ലെങ്കിൽ കൂവല് കിട്ടും. അപ്പം ഗാനമേളയ്ക്കും അതിൻ്റെതായ വെറൈറ്റി ഉണ്ട്, റെക്കോർഡിങ്ങിന്. അപ്പം ഇതെല്ലാം പാടുന്നവന് ഭയങ്കര ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്, നല്ല പാട്ടുകാരനാണ് കേട്ടോ. അതുകൊണ്ട് മോള് നല്ലപോലെ പാടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഈ ഒരു വലിയ വാക്കുകൾക്ക് ഒരുപാട് സന്തോഷം. ഇപ്പോൾ പാടി തീർന്നത് കാർത്തിക ശശികുമാറാണ്. ഇപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നുന്നില്ലേ? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. വിളിക്കുവാണെങ്കിൽ വിളിക്കും എന്നാണ് എൻ്റെ ഒരു, വിളിക്കാതെ വരും. അപ്പം എന്തായാലും ഇവിടെ തന്നെ നമ്മളോടൊപ്പം ഈ ഒരു യാത്രയിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.